ഹലോ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ. നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 49. ഇന്നത്തെ വചന പാരായണത്തിൻ്റെ പാഠങ്ങൾ: പുറപ്പാട് പുസ്തകം 35ഉം 36ഉം അധ്യായങ്ങൾ, ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 81. നാം വചനം വായിച്ചു തുടങ്ങുകയാണ്. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. പുറപ്പാട് അധ്യായം 35. മോശ ഇസ്രായേലി സമൂഹത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു: നിങ്ങൾ നിറവേറ്റാനായി കർത്താവ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവയാകുന്നു. 6 ദിവസം ജോലി നിർവഹിക്കട്ടെ, എന്നാൽ 7-ാം ദിവസം നിങ്ങൾക്ക് കർത്താവിനായുള്ള വിശ്രമത്തിൻ്റെ വിശുദ്ധ സാബത്തായിരിക്കട്ടെ. അന്ന് ജോലി ചെയ്യുന്ന ആരും വധിക്കപ്പെടണം. സാബത്ത് ദിവസം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ ഒരിടത്തും നിങ്ങൾ തീ കത്തിക്കരുത്. ഇസ്രായേല്യരുടെ സമൂഹത്തോട് മുഴുവൻ മോശ ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു കർത്താവ് കൽപ്പിച്ചിട്ടുള്ള കാര്യം. നിങ്ങളിൽ നിന്ന് തന്നെ കർത്താവിനുള്ള കാണിക്ക എടുക്കുവിൻ. ഓരോ ഉദാരമതിയും കർത്താവിൻ്റെ കാണിക്ക കൊണ്ടുവരട്ടെ. സ്വർണം, വെള്ളി, പിച്ചള, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, ചണനൂലുകൾ, കോലാട്ടിൻ രോമം, ഊറക്കിട്ട മുട്ടാടിൻ തോലുകൾ, നിലക്കരടിത്തോലുകൾ, കരുവേലത്തടികൾ, ദീപത്തിനുള്ള എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപനത്തിനുമുള്ള സുഗന്ധദ്രവ്യങ്ങൾ, പ്രധാനയങ്കിക്കും ഉരസ്ത്രാണത്തിനുമുള്ള ഗോമേദക രത്നങ്ങൾ, പൂരണ രത്നങ്ങൾ എന്നിവ. ജ്ഞാനമതിയായി നിങ്ങളിലുള്ള ഓരോരുത്തരും വന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം ഉണ്ടാക്കണം. അതായത് ആലയം, അതിൻ്റെ കൂടാരവും ആവരണവും, ക്രാസികളും കൊളുത്തുകളും അഴികളും തൂണുകളും പാദകുടങ്ങളും, പേടകവും അതിൻ്റെ തണ്ടുകളും, കൃപാസനവും വിരിയായുള്ള തിരശീലയും, മേശയും അതിൻ്റെ തണ്ടുകളും, എല്ലാ ഉപകരണങ്ങളും, സാന്നിധ്യത്തിൻ്റെ അപ്പവും, ദീപത്തിനുള്ള വിളക്കുകാലും അതിൻ്റെ ഉപകരണങ്ങളും, തിരുനാളങ്ങളും വിളക്കെണ്ണയും, ധൂപന ബലിപീഠവും അതിൻ്റെ തണ്ടുകളും, അഭിഷേകതൈലവും പരിമളധൂപവും, ആലയവാതിലിനുള്ള കവാടവിരിയും, ഹോമബലിപീഠം, അതിനുള്ള പിച്ചള ചട്ടടുപ്പ്, അതിൻ്റെ തണ്ടുകളും എല്ലാ ഉപകരണങ്ങളും, ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും, അങ്കണമറകൾ, അതിൻ്റെ തൂണുകളും പാദകുടങ്ങളും, അങ്കണ കവാടത്തിനുള്ള വിരിയും, ആലയത്തിൻ്റെ കുറ്റികൾ, അങ്കണത്തിൻ്റെ കുറ്റികൾ, അവയുടെ കയറുകൾ, വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ട തൊങ്ങൽ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോന് വേണ്ട വിശുദ്ധ വസ്ത്രങ്ങൾ, പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് അവൻ്റെ പുത്രന്മാർക്ക് വേണ്ട വസ്ത്രങ്ങൾ എന്നിവ. മോശയുടെ മുമ്പിൽ നിന്ന് ഇസ്രായേല്യരുടെ സമൂഹം മുഴുവൻ പിരിഞ്ഞുപോയി. അവർ ഉൾപ്രേരണയുണ്ടായ ഓരോ വ്യക്തിയും മുന്നോട്ട് വന്നു. സമാഗമ കൂടാരത്തിൻ്റെ പണിക്കും അതിൻ്റെ വിവിധ ശുശ്രൂഷകൾക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി അവർ ആത്മപ്രചോദിതനായ ഓരോ ആളും കർത്തൃ കാണിക്ക കൊണ്ടുവന്നു. സ്ത്രീകൾക്ക് പുറമെ പുരുഷന്മാരും വന്നു. ഹൃദയം പ്രേരിപ്പിച്ചതനുസരിച്ച് അവരെല്ലാവരും സൂചിപ്പതക്കവും കർണവളയും അങ്കുലീയവും തോൾവളയും എല്ലാത്തരം സ്വർണ്ണ ഉരുപ്പടിയും കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരും കർത്താവിന് സ്വർണ്ണ നീരാജനം ഒഴിഞ്ഞു. ഓരോരുത്തരും തൻ്റെ പക്കൽ കണ്ടെത്തിയ സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, പിരിച്ച ചണനൂൽ, കോലാട്ടിൻ രോമം, ഊറക്കിട്ട മുട്ടാടിൻ തോൽ, നിലക്കരടിത്തോൽ എന്നിവ കൊണ്ടുവന്നു. വെള്ളിയോ പിച്ചളയോ കാണിക്കയായി നേർന്നിരുന്ന എല്ലാവരും കർത്താവിനുള്ള കാണിക്ക കൊണ്ടുവന്നു. തൻ്റെ പക്കൽ കണ്ടെത്തപ്പെട്ട കരുവേലത്തടി ശുശ്രൂഷാ സംബന്ധിയായ വിവിധ ജോലികൾക്കായി ഓരോരുത്തരും കൊണ്ടുവന്നു. ജ്ഞാനമതിയായ ഓരോ സ്ത്രീയും സ്വന്തം കൈകൊണ്ട് നൂലുണ്ടാക്കി നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ടുവന്നു. ജ്ഞാനം കൊണ്ട് ഉൾപ്രേരണയുണ്ടായ എല്ലാ സ്ത്രീകളും കോലാട്ടിൻ രോമം കൊണ്ട് നൂലുണ്ടാക്കി. ഏഫോദിനും ഉരസ്ത്രാണത്തിനും വേണ്ടിയുള്ള ഗോമേദക രത്നങ്ങളും പൂരണ രത്നങ്ങളും പ്രമാണികൾ കൊണ്ടുവന്നു. കൂടാതെ ദീപത്തിനും അഭിഷേക തൈലത്തിനും പരിമളധൂപനത്തിനും ആവശ്യമായ സുഗന്ധദ്രവ്യവും എണ്ണയും. മോശയുടെ കരത്താൽ നിർവഹിക്കാൻ കർത്താവ് ആജ്ഞാപിച്ച എല്ലാ ജോലികൾക്കുമായി കൊണ്ടുവരാൻ
തങ്ങളുടെ ഹൃദയം പ്രചോദിപ്പിച്ച സ്വാഭീഷ്ട കാഴ്ച ഇസ്രായേല്യരായ ഓരോ സ്ത്രീയും പുരുഷനും കർത്താവിന് കൊണ്ടുവന്നു. മോശ ഇസ്രായേല്യരോട് പറഞ്ഞു, നോക്കൂ, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ കർത്താവ് പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവിടുന്ന് അവനെ ജ്ഞാനത്തിലും ബുദ്ധിയിലും അറിവിലും എല്ലാത്തരം ശില്പവൈദഗ്ധ്യത്തിലും ദൈവചൈതന്യ സമ്പൂർണനാക്കിയിരിക്കുന്നു. ഇത് അവൻ ചിത്രപ്പണികൾ ആസൂത്രണം ചെയ്ത് സ്വർണത്തിലും വെള്ളിയിലും പിച്ചളയിലും നിർവഹിക്കുന്നതിനും രത്നത്തിന്റെ ചെത്തുപണികളിലും തടിയുടെ കൊത്തുപണികളിലും പൂർണ്ണത വരുത്തുന്നതിനും എല്ലാ ചിത്രപ്പണി വൈദഗ്ധ്യത്തിലും വ്യാപരിക്കുന്നതിനും വേണ്ടിയാണ്. മാത്രമല്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അത് അവൻ്റെയും ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹീസാമാക്കിന്റെ പുത്രൻ ഒഹോലിയാബിൻ്റെയും ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എല്ലാ ജോലിയും നിർവഹിക്കുന്നവരും ചിത്രപ്പണി വിദഗ്ധരുമായ കൊത്തുപണിക്കാരൻ്റെയും കരകൗശലക്കാരൻ്റെയും ചിത്രത്തുന്നൽക്കാരൻ്റെയും നെയ്ത്തുകാരൻ്റെയും എല്ലാ പണിയും നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലിലും ചണത്തിലും ചെയ്യുന്നതിന് അവിടുന്ന് അവരെ ജ്ഞാനമതികളാക്കിയിരിക്കുന്നു. പുറപ്പാട് അധ്യായം 36. കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിച്ച് വിശുദ്ധ സ്ഥലത്തിൻ്റെ ഓരോ ശുശ്രൂഷാ ജോലിയും അറിഞ്ഞു ചെയ്യാൻ ബസാലേലും ഒഹോലിയാബും കർത്താവ് ജ്ഞാനവും ബുദ്ധിയും നിക്ഷേപിച്ച ജ്ഞാനമതികളിൽ ഓരോ വ്യക്തിയും കർമ്മനിരതരാകണം. ബസാലേലിനെയും ഒഹോലിയാബിനെയും കർത്താവ് ഹൃദയത്തിൽ ജ്ഞാനം പകർന്ന ജ്ഞാനമതിയായ ഓരോ വ്യക്തിയെയും ജോലിക്കെത്തി അത് ചെയ്യാനായി ഹൃദയമർപ്പിച്ച സകലരെയും മോശ വിളിച്ചു. മോശയുടെ സാന്നിധ്യത്തിൽ വെച്ച് അവർ വിശുദ്ധ സ്ഥലത്തിൻ്റെ ശുശ്രൂഷാ ദൗത്യം നിർവഹിക്കാനായി ഇസ്രായേല്യർ കൊണ്ടുവന്ന കാണിക്കകളെല്ലാം അതിനായി സ്വീകരിച്ചു. അവരാകട്ടെ തുടർന്നും പ്രഭാതം തോറും സ്വാഭീഷ്ട കാഴ്ച അവൻ്റെ പക്കൽ കൊണ്ടുവന്നിരുന്നു. അതിനാൽ വിശുദ്ധ സ്ഥലത്തിൻ്റെ ജോലിയൊക്കെയും ചെയ്തിരുന്ന വിദഗ്ധരെല്ലാം അവർ ഓരോരുത്തർ ചെയ്തിരുന്ന ജോലി വിട്ടുവന്ന് മോശയോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷാ ദൗത്യ നിർവഹണത്തിനായി ജനം ആവശ്യമുള്ളതിലധികം കൊണ്ടുവന്ന് കൂട്ടുകയാണ്. മോശ കൽപ്പിച്ചതിനെ തുടർന്ന് അവർ പാളയത്തിൽ ഇപ്രകാരം സന്ദേശം പ്രചരിപ്പിച്ചു: പുരുഷനോ സ്ത്രീയോ വിശുദ്ധ സ്ഥലത്തിനുള്ള കാണിക്കയായി ഇനിമേൽ പ്രയത്നിക്കേണ്ടതില്ല. അതോടെ അത് കൊണ്ടുവരുന്നതിൽ നിന്ന് ജനം പിന്മാറി. എല്ലാ പണിയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള സാമഗ്രി ശേഖരം അവർക്ക് ആവശ്യത്തിനുണ്ടായിരുന്നു, മിച്ചവുമായിരുന്നു. പണി ചെയ്തിരുന്നവരിൽ ജ്ഞാനമതിയായ ഓരോ വ്യക്തിയും 10 മേൽവരികളുള്ള ഒരാലയമുണ്ടാക്കി. പിരിച്ച ചണം, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ എന്നിവ കൊണ്ട് കെരൂബുകളെയും വിദഗ്ധ സൃഷ്ടിയായി അവർ അവ ഉണ്ടാക്കി. ഒരു മേൽവിരിയുടെ നീളം 28 മുഴം, ഒരു മേൽവിരിയുടെ വീതി 4 മുഴം. എല്ലാ മേൽവിരികൾക്കും ഒരേ അളവായിരുന്നു. 5 മേൽവിരികൾ ഒന്നൊന്നിനോട് അവൻ യോജിപ്പിച്ചു. മറ്റേ 5 മേൽവിരികളും ഒന്നൊന്നിനോട് യോജിപ്പിച്ചു. കൂട്ടിയോജിപ്പിച്ചതിൽ അഗ്രത്ത് നിന്ന് ആദ്യ മേൽവിരിയുടെ വക്കിൽ നീല നൂൽക്കണ്ണികളുണ്ടാക്കി. രണ്ടാമത് കൂട്ടിയോജിപ്പിച്ചതിൽ അവസാനത്തെ മേൽവിരിയുടെ വക്കിലും അപ്രകാരം ചെയ്തു. ആദ്യത്തെ മേൽവിരിയിൽ 50 കണ്ണികളുണ്ടാക്കി. കൂട്ടിയോജിപ്പിച്ച രണ്ടാമത്തെ മേൽവിരിയുടെ അഗ്രത്തിലും 50 കണ്ണികളുണ്ടാക്കി. കണ്ണികൾ ഒന്നൊന്നിനോട് നേർക്കായിരുന്നു. അവൻ 50 സ്വർണ്ണക്കൊളുത്തുകൾ ഉണ്ടാക്കി. കൊളുത്തുകൾ കൊണ്ട് മേൽവിരികൾ ഒന്നൊന്നിനോട് യോജിപ്പിച്ചപ്പോൾ ആലയം ഒന്നായി തീർന്നു. കൂടാതെ ആലയത്തിന് മുകളിൽ കൂടാരമായി കോലാട്ടിൻ രോമം കൊണ്ടുള്ള മേൽവിരികൾ അവനുണ്ടാക്കി. 11 മേൽവിരികളായാണ് അവ ഉണ്ടാക്കിയത്. ഒരു മേൽവിരിയുടെ നീളം 30 മുഴം, ആ മേൽവിരിയുടെ വീതി 4 മുഴം. 11 മേൽവിരികൾക്കും ഒരേ അളവ്. 5 മേൽവിരികൾ പ്രത്യേകമായും 6 മേൽവിരികൾ പ്രത്യേകമായും അവൻ യോജിപ്പിച്ചു. കൂട്ടിയോജിപ്പിച്ച മേൽവിരിയുടെ വക്കിൽ അഗ്രഭാഗത്ത് 50 കണ്ണികളും കൂട്ടിച്ചേർത്ത രണ്ടാമത്തെ മേൽവിരിയുടെ വക്കിൽ 50 കണ്ണികളും ഉണ്ടാക്കി. ഒന്നായിരിക്കാൻ കൂടാരം കൂട്ടിച്ചേർക്കുന്നതിന് അവൻ 50 പിച്ചളക്കൊളുത്തുകൾ ഉണ്ടാക്കി. ഊറക്കിട്ട മുട്ടാടിൻ തോലിൻ്റെ ഒരാവരണം കൂടാരത്തിനു വേണ്ടി അവനുണ്ടാക്കി. അതിനു മുകളിലായി നിലക്കരടി തോലിൻ്റെ ഒരാവരണവും. അവൻ ആലയത്തിനായി ലംബമായ കരുവേലത്തടികൾ കൊണ്ട് ക്രാസികളുണ്ടാക്കി. ക്രാസിയൊന്നിൻ്റെ വീതി 1.5 മുഴം, ക്രാസിയുടെ നീളം 10 മുഴം. ഒന്നൊന്നിനോട് കൂട്ടിയിണക്കുന്ന 2 തള്ളുകൾ വീതം ഓരോ ക്രാസിക്കും ഉണ്ടായിരുന്നു. ആലയത്തിൻ്റെ എല്ലാ ക്രാസികൾക്കും അവൻ അപ്രകാരമുണ്ടാക്കി. ആലയത്തിനായി ക്രാസികൾ അവനുണ്ടാക്കി. തെക്കുവശത്ത് തെക്കോട്ട് 20 ക്രാസികൾ. 20 ക്രാസികളുടെ കീഴിലായി 40 വെള്ളിപ്പാത കുടങ്ങൾ അവനുണ്ടാക്കി. ഒരു ക്രാസിയുടെ 2 തള്ളുകൾക്ക് കീഴിലായി 2 പാദകുടങ്ങൾ, മറ്റേ ക്രാസിയുടെ 2 തള്ളുകൾക്ക് കീഴിലായി 2 പാദകുടങ്ങൾ. ആലയത്തിൻ്റെ രണ്ടാമത്തെ വശത്തിനായി, അതായത് വടക്ക് വശത്തിനായി 20 ക്രാസികൾ അവനുണ്ടാക്കി. അവയുടെ 40 പാദകുടങ്ങൾ വെള്ളിയായിരുന്നു. ഒരു ക്രാസിക്ക് കീഴിൽ 2 പാദകുടങ്ങൾ, 2 പാദകുടങ്ങൾ മറ്റേ ക്രാസിക്ക് കീഴിൽ.
ആലയത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്ത് അവൻ 6 ക്രാസികൾ നിർമ്മിച്ചു. പിൻഭാഗത്ത് ആലയത്തിൻ്റെ മൂലകൾക്കായി 2 ക്രാസികൾ അവനുണ്ടാക്കി. അവ ചുവട് മുതൽ ജോഡിയായിരുന്നു. തലയ്ക്കലും അവ ജോഡിയായി ഒന്നിച്ച് ഒരേ വളയത്തിലായിരുന്നു. അവ രണ്ടിൻ്റെയും 2 മൂലകൾക്കായി അവൻ അപ്രകാരമുണ്ടാക്കി. 8 ക്രാസികളുണ്ടായിരുന്നു. അവയുടെ പാദകുടങ്ങൾ വെള്ളിയായിരുന്നു. 16 പാദകുടങ്ങൾ, ഓരോ ക്രാസിയുടെയും ചുവട്ടിൽ 2 പാദകുടങ്ങൾ വീതം. അവൻ കരുവേലത്തടിയുടെ അഴികൾ ഉണ്ടാക്കി. ആലയത്തിൻ്റെ 1-ാമത്തെ വശത്തെ ക്രാസികൾക്ക് 5 എണ്ണം, ആലയത്തിൻ്റെ 2-ാമത്തെ വശത്തെ ക്രാസികൾക്ക് 5 അഴികൾ. പിൻഭാഗത്ത് പടിഞ്ഞാറായി ആലയത്തിൻ്റെ ക്രാസികൾക്ക് 5 അഴികൾ. ക്രാസികളുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടക്കാനായി നടുവിലത്തെ അഴി അവനുണ്ടാക്കി. അവൻ ക്രാസികൾ സ്വർണം പൊതിഞ്ഞു. അഴികൾക്ക് സങ്കേതങ്ങളായ അവയുടെ വളയങ്ങൾ സ്വർണം കൊണ്ടുണ്ടാക്കി. അഴികളും സ്വർണം പൊതിഞ്ഞു. നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവ കൊണ്ട് അവനൊരു തിരശ്ശീലയുണ്ടാക്കി. കെരൂബുകളുള്ള വിദഗ്ധ കലാസൃഷ്ടിയായി അത് സജ്ജമാക്കി. അവൻ അതിന് കരുവേലം കൊണ്ടുള്ള 4 തൂണുകളുണ്ടാക്കി. അവ സ്വർണം പൊതിഞ്ഞു. അവയുടെ കൊളുത്തുകളും സ്വർണമായിരുന്നു. അവയ്ക്ക് 4 വെള്ളിപ്പാദകുടങ്ങൾ അവൻ വാർത്തു. നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ടുള്ള ചിത്രത്തുന്നൽ പണിയായ ഒരു വിരി കൂടാരവാതിലിന് അവനുണ്ടാക്കി. അതിൻ്റെ 5 തൂണുകളും അവയുടെ കൊളുത്തുകളും മകുടങ്ങളും പട്ടകളും അവൻ സ്വർണം പൊതിഞ്ഞു. അവയുടെ 5 പാദകുടങ്ങൾ പിച്ചളയായിരുന്നു. ലേവ്യർ അധ്യായം 25. കർത്താവ് സീനായി മലയിൽ വച്ച് മോശയോട് വചിച്ചു, ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിച്ചു പറയണം, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവിന് ഒരു സാബത്തായി ആ ദേശം വിശ്രമിക്കണം. 6 വർഷം നിനക്ക് നിന്റെ നിലം വിതയ്ക്കുകയും 6 വർഷം മുന്തിരി വെട്ടിയൊരുക്കുകയും അതിൻ്റെ വിള ശേഖരിക്കുകയും ചെയ്യാം. എന്നാൽ 7-ാം വർഷം ദേശത്തിന് പാവന വിശ്രമത്തിൻ്റെ സാബത്തായിരിക്കണം, കർത്താവിനുള്ള സാബത്ത്. നീ നിന്റെ നിലം വിതയ്ക്കരുത്, മുന്തിരി വെട്ടിയൊരുക്കുകയും അരുത്. നിന്റെ കൊയ്ത്തിൻ്റെ പിൻവിള നീ കൊയ്യരുത്, വെട്ടിയൊരുക്കാത്ത മുന്തിരിയുടെ ഫലങ്ങൾ നീ പറിക്കുകയും അരുത്. കാരണം അത് ദേശത്തിന് പാവന വിശ്രമ വർഷമാണ്. ദേശത്തിൻ്റെ സാബത്ത് നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ളതായിരിക്കും. നിനക്കും നിന്റെ ദാസനും ദാസിക്കും, പ്രവാസികളായി നിന്നോട് കൂടെയുള്ള നിന്റെ കൂലിക്കാരനും കുടികിടപ്പുകാരനും, നിന്റെ കന്നുകാലികൾക്കും നിന്റെ ദേശത്തെ ജന്തുഗണത്തിനും അതിൻ്റെ മുഴുവൻ വിളയും ഭക്ഷിക്കാനുള്ളതായിരിക്കും. നിനക്കായി വർഷങ്ങളുടെ 7 സാബത്തുകൾ, അതായത് 7 പ്രാവശ്യം 7 വർഷങ്ങൾ നീ എണ്ണണം. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം നിനക്ക് 49 വർഷങ്ങളായിരിക്കും. 7-ാം മാസം 10-ാം തീയതി നീ ആമോദ കാഹളം മുഴക്കണം. പരിഹാര കർമ്മങ്ങളുടെ ദിനം. നിങ്ങളുടെ ദേശമെമ്പാടും നിങ്ങൾ കാഹളം മുഴക്കണം. 50-ാം ആണ്ടിൻ്റെ കാലയളവ് നിങ്ങൾ വിശുദ്ധീകരിക്കണം. ദേശത്തിൽ അതിൻ്റെ നിവാസികൾക്കെല്ലാം നിങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലിയായിരിക്കും. നിങ്ങൾ ഓരോരുത്തനും അവനവൻ്റെ അവകാശത്തിലേക്ക് തിരിച്ചെത്തണം. ഓരോരുത്തനും അവനവൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. 50-ാം ആണ്ടിൻ്റെ കാലയളവ് നിങ്ങൾക്ക് ജൂബിലി ആയിരിക്കണം. വിതയ്ക്കരുത്, അതിൻ്റെ പിൻവിള കൊയ്യരുത്, വെട്ടിയൊരുക്കാത്തവ നിങ്ങൾ മുറിച്ചെടുക്കുകയും അരുത്. എന്തെന്നാൽ അത് ജൂബിലിയാണ്, നിങ്ങൾക്ക് വിശുദ്ധമായതാണ്. വയലിൽ നിന്നുള്ള വിള നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ അവകാശത്തിലേക്ക് തിരികെ പോകണം. അയൽക്കാരന് നിങ്ങൾ വിക്രയവസ്തു കൊടുക്കുമ്പോഴും അയൽക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴും നിങ്ങൾ ആരും തൻ്റെ സഹോദരനെ ഞെരുക്കരുത്. ജൂബിലിക്ക് ശേഷമുള്ള വർഷങ്ങളുടെ എണ്ണമനുസരിച്ച് അയൽക്കാരനിൽ നിന്ന് നീ വാങ്ങാവൂ. വിളവർഷങ്ങളുടെ എണ്ണമനുസരിച്ചായിരിക്കണം അവൻ നിനക്ക് വിൽക്കേണ്ടത്. വർഷങ്ങളുടെ വർധനയനുസരിച്ച് അതിൻ്റെ വില നീ വർദ്ധിപ്പിക്കണം. വർഷങ്ങളുടെ കുറവനുസരിച്ച് അതിൻ്റെ വില നീ കുറയ്ക്കണം. എന്തെന്നാൽ വിളകളുടെ എണ്ണമാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. നീ ദൈവത്തെ പ്രതി ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ അനുവർത്തിക്കണം, എൻ്റെ ന്യായവിധികൾ പാലിക്കണം. നിങ്ങളവ പ്രാവർത്തികമാക്കണം. എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതമായി വസിക്കും. ദേശം അതിൻ്റെ ഫലം നൽകുകയും നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് സുരക്ഷിതമായി അതിൽ വസിക്കുകയും ചെയ്യും. ഇതാ, ഞങ്ങൾ വിതയ്ക്കുന്നില്ല, ഞങ്ങളുടെ വിള ശേഖരിക്കുന്നുമില്ല. 7-ാം വർഷം ഞങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്ന് നിങ്ങൾ തീർച്ചയായും ചോദിക്കും. 6-ാം വർഷത്തിൽ എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. 3 വർഷത്തേക്കുള്ള വിള അത് ഉൽപ്പാദിപ്പിക്കും. 8-ാം വർഷം നിങ്ങൾ വിതയ്ക്കുമ്പോൾ നിങ്ങൾ വിളശേഖരത്തിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കും. 9-ാം വർഷം വരെ, അതായത് അതിൻ്റെ വിള വരുന്നത് വരെ നിങ്ങൾ മുൻകാല വിള ഭക്ഷിക്കും. ഭൂമി എന്നേക്കുമായി വിൽക്കപ്പെടരുത്. എന്തെന്നാൽ ഭൂമി എൻ്റേതാണ്. നിങ്ങളോ എൻ്റെ അടുക്കൽ പ്രവാസികളും കുടികിടപ്പുകാരും. നിങ്ങളുടെ അവകാശമായ ദേശത്തെവിടെയും ഭൂമിക്ക് നിങ്ങൾ വീണ്ടെടുപ്പ് നൽകണം.
നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തൻ്റെ അവകാശത്തിൽ ഒരു ഭാഗം വിൽക്കേണ്ടി വന്നാൽ അവൻ്റെ വീണ്ടെടുപ്പുകാരൻ അവനെ സമീപിച്ച് തൻ്റെ സഹോദരൻ്റെ വിറ്റ വസ്തു വീണ്ടെടുക്കണം. എന്നാൽ ഒരുവന് വീണ്ടെടുപ്പുകാരനായി ആരുമില്ലാതിരിക്കുകയും പിന്നീട് അവന് വിഭവശേഷി ഉണ്ടാവുകയും വീണ്ടെടുപ്പിനുള്ള പ്രാപ്തി നേടുകയും ചെയ്താൽ അത് വിറ്റത് മുതലുള്ള വർഷങ്ങൾ അവൻ കണക്കാക്കി അത് ആർക്ക് വിറ്റുവോ അവൻ അധിക തുക തിരികെ കൊടുത്ത് അവൻ തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങണം. എന്നാൽ അവന് തിരിച്ചെടുക്കാൻ ആവശ്യമായത് അവൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ലെങ്കിൽ വിറ്റ വസ്തു ജൂബിലി വർഷം വരെ അത് വാങ്ങിയവൻ്റെ കൈവശമായിരിക്കട്ടെ. എന്നാൽ ജൂബിലി വേളയിൽ അവൻ പുറപ്പെട്ട് തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങണം. മതിലുള്ള പട്ടണത്തിലെ വാസഭവനം ഒരാൾ വിറ്റാൽ വിൽപ്പനയുടെ 1 വർഷം പൂർത്തിയാകുന്നതുവരെ അതിൻ്റെ വീണ്ടെടുപ്പാകാം. ഇതായിരിക്കും അതിൻ്റെ വീണ്ടെടുപ്പ് കാലാവധി. ഒരു പൂർണ്ണ വർഷം തികയുന്നതിനുള്ളിൽ അവനു വേണ്ടി അത് വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ മതിലുള്ള പട്ടണത്തിലെ വീട് അത് വാങ്ങിയവന് അവൻ്റെ തലമുറകളിലൂടെ എന്നേക്കുമായി നിലകൊള്ളും. ജൂബിലി വർഷത്തിൽ അവൻ ഒഴിയേണ്ടതില്ല. എന്നാൽ ചുറ്റും മതിലില്ലാത്ത പുരയിടങ്ങളിലെ വീടുകൾ ദേശത്തെ നിലം പോലെ കണക്കാക്കപ്പെടും. അതിന് വീണ്ടെടുപ്പ് അവകാശമുണ്ട്. ജൂബിലി വേളയിൽ അവൻ ഒഴിഞ്ഞു പോകണം. ലേവായരുടെ പട്ടണങ്ങളുടെ കാര്യത്തിൽ, അതായത് അവരുടെ അവകാശമായ പട്ടണ ഭവനങ്ങളുടെ കാര്യത്തിൽ ശാശ്വതമായ വീണ്ടെടുപ്പ് അവകാശം ലേവായർക്കുണ്ട്. ലേവായരിൽ നിന്ന് വീണ്ടെടുക്കുന്നവൻ വിക്രയ ഭവനവും തൻ്റെ അവകാശമായ പട്ടണവും ജൂബിലി വേളയിൽ ഒഴിഞ്ഞു പോകണം. കാരണം ലേവായരുടെ പട്ടണ ഭവനങ്ങൾ അവർക്ക് ഇസ്രായേലിയരുടെ ഇടയിലുള്ള അവകാശമാണ്. അവരുടെ പട്ടണങ്ങളുടെ മേച്ചിൽ വയലുകൾ വിൽക്കപ്പെടരുത്, എന്തെന്നാൽ അത് അവരുടെ ശാശ്വതാവകാശമാണ്. നിന്നോടൊപ്പമുള്ള നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും അവൻ്റെ കരം ദുർബലമാവുകയും ചെയ്യുകയാണെങ്കിൽ നീ അവനെ ബലപ്പെടുത്തണം. ഒരു പ്രവാസിയോ കുടികിടപ്പുകാരനോ ആയി അവൻ നിന്നോടൊപ്പം ജീവിക്കട്ടെ. നീ അവനിൽ നിന്ന് പലിശയോ അമിത ലാഭമോ ഈടാക്കരുത്. നിന്റെ ദൈവത്തെ പ്രതി ഭയപ്പെടുക. നിന്റെ സഹോദരൻ നിന്നോടൊപ്പം ജീവിക്കട്ടെ. നിന്റെ പണം അവന് നീ പലിശയ്ക്ക് കൊടുക്കരുത്. നിന്റെ ഭക്ഷ്യം അമിത ലാഭത്തിന് നൽകുകയുമരുത്. നിങ്ങൾക്ക് ദൈവമായി തീരാൻ, നിങ്ങൾക്ക് കാനാൻ ദേശം നൽകാൻ ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിന്നോടൊപ്പമുള്ള നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും അവൻ തന്നെ നിനക്ക് വിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അവനെക്കൊണ്ട് ദാസവേല ചെയ്യിക്കരുത്. അവനൊരു കൂലിക്കാരനെ പോലെയോ കുടികിടപ്പുകാരനെ പോലെയോ നിന്നോടൊത്തായിരിക്കട്ടെ. ജൂബിലി വർഷം വരെ അവൻ നിന്നോടൊപ്പം ജോലി ചെയ്യട്ടെ. അനന്തരം അവനും അവനോടൊപ്പം അവൻ്റെ മക്കളും നിന്റെ പക്കൽ നിന്ന് പുറപ്പെടട്ടെ. അവൻ തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകണം, തൻ്റെ പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് മടങ്ങണം. എന്തെന്നാൽ അവർ എൻ്റെ ദാസരാണ്. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നവർ. അടിമച്ചരക്കായി അവർ വിൽക്കപ്പെടരുത്. നീ അവനുമേൽ ക്രൂരതയോടെ ആധിപത്യം പുലർത്തരുത്. നിന്റെ ദൈവത്തെ പ്രതി ഭയപ്പെടുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള ജനതകളിൽ നിന്നായിരിക്കണം നിനക്കുള്ള ദാസനും ദാസിയും. അവരിൽ നിന്ന് നിങ്ങൾ ദാസനെയും ദാസിയെയും വാങ്ങണം. കൂടാതെ പ്രവാസികളായി നിങ്ങളോടൊപ്പമുള്ള കുടികിടപ്പുകാരുടെ മക്കളിൽ നിന്നും നിങ്ങളുടെ നാട്ടിൽ അവർ ജന്മം കൊടുത്ത നിങ്ങളോടൊപ്പമുള്ള അവരുടെ കുടുംബങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം. അവർ നിങ്ങൾക്ക് അവകാശമായി തീരും. നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ശാശ്വതാവകാശമായി നേടേണ്ടതിന് നിങ്ങൾക്ക് അവരെ സ്വന്തമാക്കാം. അവരെക്കൊണ്ട് നിങ്ങൾ ദാസവേല ചെയ്യിച്ചുകൊള്ളുക. എന്നാൽ ഇസ്രായേലിയരായ നിങ്ങളുടെ സഹോദരനെ സംബന്ധിച്ചാകട്ടെ, ഒരുവൻ തൻ്റെ സഹോദരൻ്റെ മേൽ ക്രൂരതയോടെ ആധിപത്യം പുലർത്തരുത്. പ്രവാസിയും കുടികിടപ്പുകാരനുമായി നിന്നോടൊപ്പമുള്ളവന് വിഭവശേഷി ഉണ്ടാവുകയും എന്നാൽ അവനോടൊപ്പമുള്ള നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും ചെയ്തിട്ട് നിന്നോടൊത്തുള്ള കുടികിടപ്പുകാരനായ പ്രവാസിക്കോ പ്രവാസി കുടുംബത്തിലെ ഒരംഗത്തിനോ തന്നെ വിൽക്കാനിടയായാൽ സ്വയം വിറ്റ ശേഷം അവന് വീണ്ടെടുപ്പുണ്ടാകണം. അവൻ്റെ സഹോദരന്മാരിൽ ഒരുവൻ അവനെ വീണ്ടെടുക്കണം. അല്ലെങ്കിൽ അവൻ്റെ പിതൃവ്യനോ പിതൃവ്യപുത്രനോ അവനെ വീണ്ടെടുക്കണം. അതല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ നിന്നുള്ള അടുത്ത ചാർച്ചക്കാരൻ അവനെ വീണ്ടെടുക്കണം. അതുമല്ലെങ്കിൽ വിഭവശേഷി ഉണ്ടാകുമ്പോൾ അവന് സ്വയം വീണ്ടെടുക്കാം. തന്നെ വാങ്ങിയവന് സ്വയം വിറ്റ വർഷം മുതൽ ജൂബിലി വത്സരം വരെയുള്ള കാലം അവൻ അയാളുമായി കണക്ക് കൂട്ടണം. വർഷങ്ങളുടെ എണ്ണം അനുസരിച്ചായിരിക്കും, അയാളുടെ കൂലിക്കാരനായിരുന്ന ദിവസങ്ങൾക്കനുസരിച്ചായിരിക്കും അവൻ്റെ വിക്രയമൂല്യം. വർഷങ്ങൾ ഇനിയും ഏറെയുണ്ടെങ്കിൽ അവയ്ക്കനുസൃതമായ തൻ്റെ വീണ്ടെടുപ്പ് തുക വിൽപ്പന വിലയിൽ നിന്ന് അവൻ തിരികെ കൊടുക്കണം. ജൂബിലി വർഷം വരെയുള്ള കാലയളവിൽ കുറച്ചേ അവശേഷിച്ചിട്ടുള്ളൂവെങ്കിൽ കണക്ക് കൂട്ടുന്നത് അവൻ അനുകൂലമായിരിക്കണം. അവൻ്റെ വർഷങ്ങൾക്കനുസരിച്ച് അവൻ്റെ വീണ്ടെടുപ്പ് തുക മടക്കി കൊടുക്കണം. വർഷാവർഷമുള്ള കൂലിക്കാരനെ പോലെ അവൻ അയാളോടൊപ്പമായിരിക്കട്ടെ. നിന്റെ കൺമുമ്പാകെ അയാൾ അവനോട് ക്രൂരതയോടെ ആധിപത്യം പുലർത്തരുത്. ഇവ കൊണ്ടൊന്നും അവൻ വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ ജൂബിലി വത്സരത്തിൽ അവൻ അവനോടൊപ്പം മക്കളും വിട്ടുപോയിക്കൊള്ളട്ടെ. ഈജിപ്ത് ദേശത്തു നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവന്ന ഇസ്രായേല്യർ എൻ്റെ ദാസരാണ്. അതെ,
അവർ എനിക്ക് ദാസരാണ്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. സങ്കീർത്തനങ്ങൾ 81. ഗായക നേതാവിന് ഗിത്യരാഗത്തിൽ ആസാഫിൻ്റേത്. നമ്മുടെ ശക്തിയായ ദൈവത്തിന് ആനന്ദാരവമുതിർക്കുവിൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. തപ്പും കിന്നരവും വീണയോടൊപ്പം ഇമ്പമായി മീട്ടി സംഗീതമുതിർക്കുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവദിനത്തിനുള്ള പൗർണമിയിലും കാഹളമൂതുവിൻ. എന്തെന്നാൽ അത് ഇസ്രായേലിന് ഒരു ചട്ടമാണ്, യാക്കോബിൻ്റെ ദൈവത്തിനു വേണ്ടിയുള്ള ഒരാചാരവും. അവിടുന്ന് ഈജിപ്ത് രാജ്യത്തിനെതിരെ പുറപ്പെട്ടപ്പോൾ ജഹോസഫിൽ ഒരു സാക്ഷ്യമായി അത് വ്യവസ്ഥ ചെയ്തു. എനിക്ക് അജ്ഞാതമായ ഒരു ഭാഷ ഞാൻ കേൾക്കുന്നു. ഭാരത്തിൽ നിന്ന് അവൻ്റെ തോൾ ഞാൻ വിടുവിച്ചു. അവൻ്റെ കരതലങ്ങൾ കുട്ടയിൽ നിന്ന് വേർപെട്ടു. കഷ്ടതയിൽ നീ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞാൻ നിന്നെ മോചിപ്പിച്ചു. ഇടിമുഴക്കത്തിൻ്റെ മറയിൽ നിനക്ക് ഞാൻ ഉത്തരമരുളി. മെരീബാ ജലാശയത്തിങ്കൽ നിന്നെ ഞാൻ പരീക്ഷിച്ചു. എൻ്റെ ജനമേ കേൾക്കുക, ഞാൻ നിനക്ക് താക്കീത് നൽകുമ്പോൾ ഇസ്രായേലേ, നീ എന്നെ ശ്രവിക്കുമോ? അന്യദൈവം നിനക്ക് മധ്യേ ഉണ്ടാകരുത്. വേറെ ദൈവത്തെ നീ ആരാധിക്കാൻ പാടില്ല. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നവൻ. നിന്റെ വായു വിസ്തൃതമാക്കിക്കൊള്ളുക, ഞാനത് നിറയ്ക്കാം. എന്നാൽ എൻ്റെ ജനം എൻ്റെ സ്വരം ശ്രവിച്ചില്ല, ഇസ്രായേൽ എനിക്ക് വഴങ്ങിയില്ല. അതിനാൽ ഞാൻ അവരെ തങ്ങളുടെ ഹൃദയ കാഠിന്യത്തിൽ വിട്ടുകൊടുത്തു. അവർ സ്വന്തം പദ്ധതികളിൽ വ്യാപരിച്ചു. എൻ്റെ ജനം എന്നെ കേട്ടിരുന്നെങ്കിൽ, ഇസ്രായേൽ എൻ്റെ മാർഗങ്ങളിൽ ചരിച്ചിരുന്നെങ്കിൽ, ക്ഷണമാത്രയിൽ അവരുടെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ വൈരികൾക്കെതിരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. കർത്താവിൻ്റെ വിദ്വേഷകർ അവിടുത്തേക്ക് വിധേയപ്പെടുമായിരുന്നു. അവരുടെ വിനാശകാലം എന്നേക്കുമുള്ളതാകുമായിരുന്നു. ഗോതമ്പ് സത്തിൽ നിന്ന് അവിടുന്ന് അവരെ തീറ്റുമായിരുന്നു. തേൻപാറയിൽ നിന്ന് ഞാൻ അവനെ സംതൃപ്തനാക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, 49-ാമത്തെ ദിവസത്തിലേക്ക് ദൈവമായ കർത്താവ് വലിയ അനുഗ്രഹത്തോടെ കടന്നു വരാൻ നമ്മെ സഹായിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വചനം വായിച്ച് വചനം ധ്യാനിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയവും കർത്താവിൻ്റെ വചനം നൽകുന്ന ആനന്ദം അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ 49-ാമത്തെ ദിവസം കാളക്കുട്ടിയെ ആരാധിച്ച ജനം, ദൈവത്തിൻ്റെ സ്വന്തമല്ലാതെയായ ജനം, ഈജിപ്തിലെ വിജാതീയ ദേവന്മാരിലേക്ക് ഹൃദയം കൊണ്ട് മടങ്ങിപ്പോയ ജനം തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി പ്രകടിപ്പിച്ച ഒരു പശ്ചാത്താപത്തിൻ്റെ അടയാളമായിരുന്നു കൂടാരം നിർമ്മിക്കാനായി ദൈവം അവരോട് ആവശ്യപ്പെട്ടപ്പോൾ കൂടാര നിർമ്മാണത്തിനായുള്ള അവരുടെ അകമഴിഞ്ഞ സംഭാവനകളും സമാഗമ കൂടാരം നിർമ്മിക്കാനുള്ള അവരുടെ സന്നദ്ധതയും അതേ തുടർന്ന് അവരുടെ അധ്വാനങ്ങളും. ഈ കൂടാരത്തിലാണ് അവർ ഇനി സത്യദൈവമായ യഹോവയെ ആരാധിക്കാൻ പോകുന്നത്. നമ്മൾ വായിച്ചത് കൂടാര നിർമ്മാണത്തിന് ആവശ്യമുള്ളതിൽ കഴിഞ്ഞ് സാധന സാമഗ്രികൾ സമാഗമ കൂടാരത്തിൻ്റെ നിർമ്മിതിക്കായി കുമിഞ്ഞുകൂടി എന്നാണ്. അത്രമാത്രം ഹൃദയം തുറന്ന് തങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു കൂടാരത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി അവർ അകമഴിഞ്ഞ് സംഭാവന ചെയ്തു. ജീവിതം എപ്പോഴും അങ്ങനെയാണ്. ഒരിക്കൽ ജീവിതത്തിൻ്റെ ഗതകാലങ്ങളിൽ പിന്നിട്ട വഴികളിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾക്കും അവിവേകങ്ങൾക്കും പ്രായശ്ചിത്തവും പരിഹാരവും നിർവഹിക്കാൻ ജീവിതം നമ്മുടെ മുമ്പിൽ ആയിരക്കണക്കിന് അവസരങ്ങൾ വെച്ച് നീട്ടാറുണ്ട്. നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന ഒരാളോട് നാം പ്രദർശിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ വാക്കുകളും സ്നേഹത്തിൻ്റെ കർമ്മങ്ങളും വാസ്തവത്തിൽ നമ്മുടെ പശ്ചാത്താപമാണ്, പ്രായശ്ചിത്തമാണ്, പരിഹാരമാണ്. സ്നേഹിച്ച് ജീവിച്ചുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതത്തിൻ്റെ കടങ്ങൾ വീട്ടിത്തീർക്കേണ്ടത്. ദൈവത്തോടുള്ള കടങ്ങളും മനുഷ്യരോടുള്ള കടങ്ങളും. കൂടാര നിർമ്മാണത്തിന് ദൈവം നൽകിയ നിർദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വില കൂടിയ വസ്തുക്കൾ അവർ ഉപയോഗിച്ചത് അതിവിശുദ്ധ സ്ഥലത്തിനും വിശുദ്ധ സ്ഥലത്തിനും എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തെ നിർമ്മാണത്തിന് വേണ്ടിയാണ്. വില കുറഞ്ഞവ പ്രാധാന്യം കുറഞ്ഞ സ്ഥലത്തിനുമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. കൂടാരത്തിൻ്റെ പലകകൾ കരുവേലത്തടി കൊണ്ട് നിർമ്മിച്ച് സ്വർണം പൊതിഞ്ഞവയായിരുന്നു എന്ന് നാം വായിച്ചു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ നമ്മെയാണ് സൂചിപ്പിക്കുന്നത്. ബലഹീനമായ ഈ കരുവേലത്തടിയുടെ കൂടാരത്തിലാണ് പരിശുദ്ധാത്മാവാകുന്ന പൊന്നു പൊതിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് യേശുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിക്കുകയും ചെയ്തു. ക്രാസിയുടെ കാലുകൾ വെള്ളി പൊതിഞ്ഞ പാദകുടങ്ങളിലാണ് മരുഭൂമിയിൽ അവർ ഉറപ്പിച്ചു നിർത്തിയത്. ബൈബിളിൽ ഉടനീളം വെള്ളി വീണ്ടെടുപ്പിൻ്റെ അടയാളമാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ, ക്രിസ്തുവിൻ്റെ രക്തത്തെ സൂചിപ്പിക്കുന്ന വെള്ളിയാൽ വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ ഈ ജീവിതമാകുന്ന മരുഭൂയാത്രയിൽ നമുക്ക് നേരെ നിൽക്കാൻ കഴിയുന്നത്. പാദകുടങ്ങൾക്ക് ഓരോന്നിനും 2 കാലുകളുണ്ടായിരുന്നു. അത് പുതിയ നിയമ കാഴ്ചപ്പാടിൽ
വിശ്വാസത്തെയും അനുസരണത്തെയും പ്രവൃത്തിയെയും സൂചിപ്പിക്കുന്നു. കൂടാരത്തിന് 4 മേലാവരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. ഏറ്റവും അകത്ത് ഏറ്റവും വില കൂടിയതും അപൂർവമായ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതുമായ, ഉദാഹരണത്തിന് പിരിച്ച ചണം, നീലധൂമ്ര കടും ചുമപ്പ് നൂലുകൾ കൊണ്ട് ഉണ്ടാക്കിയ അപൂർവമായ വില കൂടിയ ഒരാവരണം. കെരൂബുകളുടെ ചിത്രം തുന്നിച്ചേർത്ത ഒരാവരണം. ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട ഒരാത്മാവിൻ്റെ സൂചനയാണിത്. അകത്തുനിന്ന് 2ാമത്തെ ആവരണം കോലാട്ടിൻ രോമം കൊണ്ടുള്ള മേൽവിരികൾ കൊണ്ടായിരുന്നു. നമുക്ക് പകരം നമ്മുടെ പാവങ്ങൾ ഏറ്റെടുത്ത് മരുഭൂമിയിലേക്ക് ഓടിച്ചു വിടപ്പെട്ട കുഞ്ഞാട് ആരെ സൂചിപ്പിച്ചോ ആ ക്രിസ്തുവിലൂടെ നാം വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ അടയാളമാണ് ഈ 2ാമത്തെ അകത്തുനിന്നുള്ള ആവരണം. അകത്തുനിന്ന് 3ാമത്തെ ആവരണം മുട്ടാടിൻ്റെ തോലുകൊണ്ടായിരുന്നു. അത് ബലികുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ വീണ്ടെടുക്കുകയും കഴുകുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തതിനെ സൂചിപ്പിക്കുന്നു. ഏറ്റവും പുറത്തെ ആവരണം, അതായത് അകത്തുനിന്നുള്ള 4ാമത്തെ ആവരണം, ഏറ്റവും സൗന്ദര്യമില്ലാത്തതായിരുന്നു. അത് നിലക്കരടിത്തോലിൻ്റെ ആവരണമായിരുന്നു. മരുഭൂമിയിലെ കാറ്റും പൊടിയും അഴുക്കും എല്ലാം പൊതിഞ്ഞു നിന്നത് ഈ 4ാമത്തെ മേലാവരണത്തെയാണ്. അത് തികച്ചും അനാകർഷകമായിരുന്നു, സൗന്ദര്യമില്ലാത്തതായിരുന്നു. ഈ ലോകത്തിന് മുമ്പിൽ, ഈ ലോകത്തിലെ മനുഷ്യർക്ക് മുമ്പിൽ ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസിക്കുള്ള അനാകർഷകത്വം, അൺഅട്രാക്റ്റീവ്നെസ്, ആകർഷകമില്ലായ്മ, വിലയില്ലായ്മ, സ്വീകാര്യതയില്ലായ്മ, അതിൻ്റെയൊക്കെ അടയാളമാണ് ഈ ഏറ്റവും പുറത്തെ ആവരണം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ലതും ഏറ്റവും സുന്ദരവും ഏറ്റവും വിലപിടിപ്പുള്ളതുമായ ആവരണം ഏറ്റവും അകത്തായിരുന്നു. ഒരു വിശ്വാസിയുടെ സൗന്ദര്യം ബാഹ്യമല്ല, ആന്തരികമാണ്. ഒരു വിശ്വാസിയുടെ മൂല്യവും ബാഹ്യമല്ല, ബാഹ്യമായി കാണുന്ന കാര്യങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്താവുന്നവയല്ല. അത് തികച്ചും ആന്തരികമാണ്, അകത്ത് മാത്രം കണ്ടെത്താൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, വലിയ വില തന്നാണ് ദൈവം നമ്മെ വീണ്ടെടുത്തതും നമ്മെ സൗന്ദര്യമുള്ളവരാക്കി മാറ്റിയതും. ആ ദൈവകരുണയ്ക്ക് തീർച്ചയായും നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ കരങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിങ്ങളെ സമർപ്പിക്കുകയാണ്. നല്ല ദൈവമേ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ നീതീകരിച്ചതിനും വിശുദ്ധീകരിച്ചതിനും രക്ഷിച്ചതിനും കഴുകിയതിനും ദൈവമക്കളാക്കി മാറ്റിയതിനും കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറഞ്ഞ് അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയാണ്. ലോകം ഞങ്ങളെ വിലയില്ലാത്തവരായി കാണുമ്പോഴും എത്രമാത്രം അമൂല്യമാണ് ദൈവം ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ രക്തം ദാനമായി തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത ആ രക്ഷയുടെ ജീവിതത്തിൻ്റെ വിലയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനെ ഓർത്ത് ഒരിക്കൽ കൂടി ഈ ദിവസം കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടങ്ങാതെ നിങ്ങൾക്ക് ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്. ഞാൻ ഡാനിയേലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒരാളോടെങ്കിലും പറയാൻ പരിശ്രമിക്കുക. ഒരു നല്ല ദിവസം നേരട്ടെ. നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ.